പ്രഗ്നൻസി. ഇതാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് നമ്മളൊരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എഴുതി. എന്ത് എഴുതാം? Mrs. Thompson was admitted on 20th February 2021 and attended antenatal visit. Her medical history including gestational diabetes mellitus during her first pregnancy. Therefore, she has adhered to glucose monitoring and insulin therapy during the current pregnancy. Okay. So, ഇത് ഡയബറ്റിസ് മെലിറ്റസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കേസ് നോട്ടാണ്. അപ്പോൾ പേഷ്യൻ്റെ പാസ്റ്റ് ഹിസ്റ്ററിയും ഇപ്പോൾ ആ കറൻ്റ്ലി പേഷ്യൻ്റ് അത് ഡയബറ്റിസ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്താണ് ബോഡി പാരഗ്രാഫിൽ എഴുതിയത്. അടുത്ത വരുന്നത് എന്താ? നമുക്ക് വരുന്നത് സോഷ്യൽ ഹിസ്റ്ററിയാണ്. സോഷ്യൽ ഹിസ്റ്ററിയും ദെൻ എന്തൊക്കെ നഴ്സിംഗ് മാനേജ്മെന്റ് ആണ് നമ്മൾ ചെയ്തതെന്നാണ് വരുന്നത്. നഴ്സിംഗ് മാനേജ്മെന്റിൽ കണ്ടിന്യൂസ് ഫീറ്റൽ മോണിറ്ററിംഗ് ഉണ്ട്, റെഗുലർ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ്, adjustment of insulin therapy under endocrinology guidance, nutritional counseling for glycemic control, pain assessment and relief measures, pain education on signs of labor and reporting protocol. ഇത്രയും കാര്യങ്ങളാണ് ഹോസ്പിറ്റലിന്റെ സമയത്ത് നഴ്സിംഗ് മാനേജ്മെന്റ് ആസ് എ നേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. സോ ഈ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സെക്കൻഡ് പാരഗ്രാഫായിട്ട് എഴുതാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാരഗ്രാഫ് എങ്ങനെ വരും? ആദ്യം നമ്മൾ അഡ്മിഷൻ ഡീറ്റെയിൽസ് എഴുതി ആൻഡ് കംപ്ലൈൻറ്റ് എഴുതി, ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തു. പേഷ്യൻ്റ് ഗെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ, അതുകൊണ്ട് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്തു, ഇൻസുലിൻ തെറാപ്പിയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ചെറിയൊരു റഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്തൊക്കെ നഴ്സിംഗ് മാനേജ്മെന്റ് ആണ് ചെയ്തതെന്ന് എഴുതുക, ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി. ത്രൂ ഔട്ട് ഹെർ ഹോസ്പിറ്റലൈസേഷൻ എന്ന് എഴുതിയില്ലെങ്കിലും ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് എഴുതിയാലും കുഴപ്പമില്ല. So, throughout her hospitalization, fetal monitoring with a regular blood glucose check was done for her. She also advised for insulin therapy adjustment and nutritional counseling. Additionally, pain assessment, relief measures, and comprehensive patient education on labor signs and reporting protocol have been integrated to her. So, അത്രയും കാര്യങ്ങൾ ഇപ്പം നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് എഴുതണം. ലാസ്റ്റ് പാരഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്ചാർജ് പ്ലാൻ ആയിരിക്കണം, അല്ലേ? ഡിസ്ചാർജ് പ്ലാൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, ആ കാര്യങ്ങളെ കുറിച്ചായിരിക്കണം ലാസ്റ്റ് പാരഗ്രാഫ് മെൻഷൻ ചെയ്യേണ്ടത്. സോ ഇവിടെ ഡിസ്ചാർജ് പ്ലാൻ നമുക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യണം? കുറച്ച് കൺസൈസ് ചെയ്ത് എഴുതണം. ഓക്കെ, ഇവിടുത്തെ പ്ലാൻ നോക്കി. കണ്ടിന്യൂഡ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ആൻഡ് ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ, adherence to prescribed diet, follow up with endocrinologist for glycemic control assessment, instruction for prompt reporting of labor sign and changes in fetal movement, education on postpartum care and monitoring for complications like shoulder dystocia. Then പിന്നെ വരുന്നത് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്? പോസ്റ്റ്നേറ്റൽ ഫോളോ അപ്പ് ഷെഡ്യൂൾ 2 weeks after the expected delivery date, assessment of maternal and neonatal well-being. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനെ ബേസ് ചെയ്ത് വളരെ കൺസൈസ്ഡ് ആയിട്ടൊരു ഡിസ്ചാർജ് പാരഗ്രാഫ് നമ്മൾ എഴുതണം. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൺ ഡിസ്ചാർജ്. ഒന്നുകിൽ നിങ്ങൾക്ക് അപ്പോൺ ഡിസ്ചാർജ് എന്ന് വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഇൻ വ്യൂ ഓഫ് ദ എബോവ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ലി അപ്രിഷിയേറ്റഡ്. ഇങ്ങനെ 3 തരത്തിൽ നമുക്ക് എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ എഴുതിക്കുന്നത് അപ്പോൺ ഡിസ്ചാർജ് വെച്ചാണ്. അപ്പോൺ ഡിസ്ചാർജ് ഷീ നീഡ് ടു കണ്ടിന്യൂ ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ആൻഡ് പ്രിസ്ക്രൈബ് ഡയറ്റ് അലോങ് വിത്ത് ഫോളോ അപ്പ് ഫോർ ഗ്ലൈസമിക് കൺട്രോൾ അസസ്മെന്റ്. ഷീ വാസ് instructed to report labor signs and changes in fetal movement. She also educated on postpartum care and monitoring for potential complications have been given. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ചാർജ് പ്ലാനിൽ എഴുതിക്കുന്നത്. ദെൻ നമ്മുടെ ലെറ്റർ എങ്ങനെ ക്ലോസ് ചെയ്യും? പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ ഇഫ് യു റിക്വയർ എനി അഡീഷണൽ ഇൻഫർമേഷൻ ഓർ അതർവൈസ് നിങ്ങൾക്ക് എങ്ങനെ ക്ലോസ് ചെയ്യാം? പ്ലീസ് ഡു നോട്ട് ഹെസിറ്റേറ്റ് ടു കോൺടാക്ട് മീ ഇഫ് എനി ക്വയറീസ്. അങ്ങനെ ചെറിയ രീതിയിലും ലെറ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കപ്പോൾ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത്. സോ നിങ്ങൾ
നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ലെറ്റർ എഴുതി പ്രാക്ടീസ് ചെയ്യുക. സോ താങ്ക് യു ഫ്രണ്ട്സ്.